ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം. എന്തായാലും വർമ്മ വേറെ പാർട്ടിക്ക് എസ്റ്റേറ്റ് കൊടുക്കുന്നതിൽ എതിർപ്പില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ കച്ചവടം മിസ് സുവർണയുമായി ഉറപ്പിക്കുക. സോറി ഫോർ ദ ട്രബിൾ. ബോംബെ പാർട്ടി വരുന്ന വിവരം ഞാൻ അറിഞ്ഞു. അവരെ വിരട്ടി ഓടിക്കുകയും ചെയ്തു. ഈ അമേരിക്കൻ പെണ്ണ് വരുന്ന വിവരം നമ്മൾ അറിഞ്ഞില്ലല്ലോടാ. എസ്റ്റേറ്റ് കൈപ്പിടിയിലെത്തിയതായിരുന്നു. അവളത് തട്ടിപ്പറിച്ചെടുത്തു. നമ്മൾ ഉദ്ദേശിക്കുന്ന ടീമല്ല അവൾ. ഇനി മുതൽ അവളൊരു കണ്ണു വേണം. എസ്റ്റേറ്റ് വാങ്ങി സുഖമായി കഴിയാനാണ് അവൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നടക്കില്ല. ഇന്നു മുതൽ അവളുടെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുക. അച്ഛാ, അവളെ അങ്ങ് ക്ലോസ് ചെയ്താലോ? മിസ് സുവർണ എന്നല്ലടാ പറഞ്ഞേ? അതെ. അവിടെ ഒരു സ്പാർക്ക്. സ്പാർക്കോ? വളരെ രഹസ്യമായി അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചികഞ്ഞെടുക്കണം. ഒരുപക്ഷെ ഈ സുവർണയുടെ വരവ് നമ്മുടെ ഭാഗ്യ നക്ഷത്രം തെളിയാൻ ഇടയായേക്കും. അച്ഛൻ എന്തൊക്കെയാ പറയണേ? അവൾ വന്നതുകൊണ്ട് നമ്മുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോയില്ലേ? എടാ മണ്ട, നല്ല മരത്തിലെ കുരുമുളക് ചെടി പടർത്തി വിടാവൂ എന്ന് പറഞ്ഞാൽ അവളെ വശത്താക്കി നമ്മോടൊപ്പം ചേർക്കണം. അതെങ്ങനെ? അവളെ നമുക്ക് വിലയ്ക്ക് വാങ്ങണം. തരക്കേടില്ലാത്ത ചുറ്റുപാടാണെങ്കിൽ വിനോദിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കണം. അതിനവളുടെ ഒരു ചരിത്രം അറിയാതെ എങ്ങനെയാ കെട്ടണേ? അതാടാ കഴുതേ ശത്രുത പാടില്ല എന്ന് പറഞ്ഞത്. അവളോട് നീ സ്നേഹത്തോടെ അടുക്കണം, അടുപ്പിച്ചെടുക്കണം. അവളുടെ ഹിസ്റ്ററി പഠിക്കണം. അവിടാണ് നിന്റെ കഴിവ് തെളിയിക്കേണ്ടത്. മനസ്സിലായോടാ? ശരി അച്ഛാ. അജയ്. ഹായ് സിന്ധു. അല്ല, നീ എപ്പോ വന്നു? ഇന്നലെ. ഇന്ന് നേരെ ഇങ്ങ് പോന്നു. അമ്മാവനും അമ്മായിയും കൂടെ വന്നില്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നേ. ഇനി തിരികെ പോകുന്നത് അജയ് കൂട്ടിയായിരിക്കും. വിസ തയ്യാറാക്കിയാ പോന്നേ. നെക്സ്റ്റ് മന്ത് 16th നമുക്ക് ഒരുമിച്ച് തിരികെ പോണം. വിവാഹം അവിടെ വെച്ച്. ഓക്കേ, വാ വീട്ടിലേക്ക് പോവാം. താങ്ക് യു. വെൽക്കം മാഡം. ഒന്ന് അറിയിച്ചിട്ട് വരായിരുന്നില്ലേ മോളെ? അറിയിച്ചിട്ട് വന്നാ സർപ്രൈസ് പോയില്ലേ? വരൂ. ഹായ്. മീൻകറിയുടെ മണം, അമ്മായിയുടെ മീൻകറിയുടെ രുചി അതൊന്ന് വേറെ തന്നെയാ. ഓ, വലിയ വാചക കസർത്തൊന്നും വേണ്ട. അമ്മായിയെ പൊക്കുകയും വേണ്ട. വിശക്കുന്നെങ്കി അത് പറഞ്ഞാ പോരെ? അമ്മായി വിശക്കുന്നു, വേഗം വേണം. അതിനെന്താ, ഇപ്പൊ തരാലോ. ഒറ്റയ്ക്ക് വന്നത് അത്ര നന്നായില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആരെങ്കിലും കൂട്ടി നിനക്ക് വരായിരുന്നില്ലേ മോളെ? ആ, നീ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വാ. ചെല്ല്. ഓക്കേ. ആ, ഇനി മുതൽ ഞാനാണ് മുതലാളിയെങ്കിലും മേനോ സാർ ആയിരിക്കും നിങ്ങളുടെ GM. ഞാൻ 2 ആഴ്ചക്കുള്ളിൽ അമേരിക്കയിലേക്ക് പോകും. പിന്നീട് മാഡം എന്നാ വരിക? അതൊന്നും പറയാനാവില്ല. മേനോ സാറിനെ ഞാൻ ഈ എസ്റ്റേറ്റിന്റെ ചുമതല മുഴുവൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ അഡ്വൈസും ഇദ്ദേഹം നൽകും. അതനുസരിച്ച് പഴയ പ്രതാപത്തോടെ നമുക്കെല്ലാം ഒത്തൊരുമിച്ച് നിന്ന് ഈ എസ്റ്റേറ്റിനെ കേരളത്തിലെ നമ്പർ 1 ആക്കണം.
സുവർണയെ പോലെ നല്ല മനസ്സുള്ള ഒരാൾ ഈ എസ്റ്റേറ്റ് വാങ്ങിയത് എന്റെയും നിങ്ങളുടെയും ഭാഗ്യമായി കരുതാം. എന്തെന്നറിയില്ല, എനിക്കിപ്പോൾ ഒരു ആവേശം തന്നെ തോന്നുകയാണ്. സാറ് ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നിലുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും. ആ, മേ കമിൻ സർ? വാട്ട് എ സർപ്രൈസ്. വെൽക്കം. പ്ലീസ് കം, പ്ലീസ് കം. ആയിരിക്കും. ഈ വരവ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. വളരെ സന്തോഷം. ഇരിക്കൂ. അപ്പോ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ വർമ്മ സർ. എന്താ ഉദ്ദേശിച്ചത്? എന്നോട് നല്ല പകയുണ്ടായിരിക്കുന്ന ഞാൻ കരുതിയത്. ഞാൻ എന്തിന് സുവർണയോട് ദേഷ്യപ്പെടണം? ബിസിനസ്സിൽ അപ്പോഴപ്പോഴുള്ള പിണക്കമേ ആകാവൂ. ശാശ്വതമായി കൊണ്ടു നടക്കുന്നത് ശരിയല്ല. ആ റാവു, എന്താ മുതലാളി? 2 ചായ കൊണ്ടുവരും. എനിക്ക് സന്തോഷായി സാറേ. പിന്നെ എന്നെ കൊണ്ട് എന്ത് സഹായവും മിസ് തന്നെ അല്ലേ? അതെ, ആ, എന്റെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കും. താങ്ക് യു സർ. ഞാൻ എസ്റ്റേറ്റ് വിലക്കെടുത്തെങ്കിലും ഉം. 2 ആഴ്ചക്കുള്ളിൽ യുഎസിലേക്ക് പോകും. ഫുൾ ചാർജ് ഞാൻ മേനസാറിനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോ എന്ന് തിരിച്ചു വരും? കുറച്ച് ജോലി കൂടി അവിടെ തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ട് വേണം നല്ലൊരാളെ നോക്കി വിവാഹം കഴിച്ച് സ്വസ്ഥമായി കഴിയാൻ. നല്ല പയ്യനെ ഞാൻ സുവർണയ്ക്ക് ഏർപ്പാടാക്കി തരാം. എവിടെ പോയി സാറിന്റെ സൺസ് കണ്ടില്ല? എന്റെ മക്കളായതുകൊണ്ട് പൊക്കി പറയുകയല്ല. കഠിനാധ്വാനികളാ. മൂത്തവൻ വിനോദ്, അവനാണ് ഫാക്ടറിയുടെ ചാർജ്. രണ്ടാമൻ വിവേക്, അവന് ഫീൽഡും ഓഫീസും. ആട്ടെ, സുവർണയുടെ അച്ഛനും അമ്മയും ഒക്കെ? എല്ലാവരും സ്റ്റേറ്റ്സിലാ. ആ. ഞാൻ ഒരാളേ ഉള്ളൂ. അവരവിടെ തന്നെ തുടരുകയാണ്. ആ. എനിക്ക് ചെറുപ്പം മുതലേ കേരളത്തോട് പ്രത്യേക താല്പര്യമാ. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും ക്ലൈമറ്റും എനിക്ക് വളരെ ഇഷ്ടമാ. ഉം. അതുകൊണ്ടാ എസ്റ്റേറ്റ് എടുക്കാമെന്ന് വെച്ചത് തന്നെ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സാർ. ഒരുപാട് ജോലി തീർക്കാനുണ്ട്. എല്ലാം ഒന്ന് പഠിച്ചിട്ട് പോകാന്ന് വിചാരിക്കുക. ആ, നമ്മുടെ ഹൈറേഞ്ച് ക്ലബിന്റെ വാർഷികമാ വരുന്നേ, നെക്സ്റ്റ് സൺഡേ. എല്ലാവരും വരും. സുവർണയും വരണം. ഞാൻ പരിചയപ്പെടുത്താം. ഷുവർ. ആ. എനിക്കും ക്ലബിൽ മെമ്പർ ആവണമെന്ന് താല്പര്യമുണ്ട്. ആ, തീർച്ചയായും ഞാൻ വരാം. ശരി സാർ, ഞാൻ വരട്ടെ. ആ, അപ്പൊ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് നടക്കണം. ആ. ആ. ഉം. വിമൽ, എന്താ ഇന്നലെ പണിക്ക് വരാത്തത്? അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇന്നലെ ആശുപത്രി വരെ ഒന്ന് പോകേണ്ടി വന്നു. തോട്ടത്തിൽ തെളിക്കേണ്ട മരുന്നുകൾ കൊണ്ടുവരാൻ മാനേജർ വിമലിനെ തിരക്കി. അത് ഇന്നലെ ഞാൻ ഗോപാലിനെ കൊടുത്തു വിട്ടിരുന്നല്ലോ. അവൻ കൊണ്ടുവന്നില്ലേ? ഇല്ല, അത് പറഞ്ഞ് മാനേജർ പ്രശ്നം ഉണ്ടാക്കി. അതെയോ? വിമല് വന്നു കഴിഞ്ഞാൽ ഉടനെ മാനേജറെ ചെന്ന് കാണാൻ പറഞ്ഞു. ഇതാ ഞാൻ വരാം. ഹായ്, എന്ത് രസം ഇവിടെ കാണാൻ. അജയ്, അജയ്, ഒന്ന് വിളിക്ക് അജയ്, സിന്ധുവിനെ വിളിക്ക്. സിന്ധു, സിന്ധു.